ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ചിക്കൻ ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ മൈദപ്പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഇവിടെ കുഴച്ച് ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്തിട്ട് പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ ഞാനിവിടെ ക്രഷ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണേ. ഇതുപോലെ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞ് വെക്കുന്നത്. ഇവിടെ നമ്മളൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ മസാല. അതിൽ വെളിച്ചെണ്ണയിൽ കറിവേപ്പില, പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണേ. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂണാണ് കേട്ടോ. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ കൃഷി ചെയ്തെടുത്തിട്ടുള്ള കൂണാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉണ്ടെന്ന്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി കൂടി ചേർത്ത് അതിലേക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മളുടെ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം ഇവിടെ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇതിൽ ചേർക്കാൻ വിട്ടുപോയത് ഗരം മസാല കേട്ടോ. അത് ഞാൻ പിന്നീടാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള. ഇനി അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ, അതായത് ഒരുപാട് വേവാനൊന്നുമില്ല, എല്ലാം നമ്മൾ വേവിച്ചത് തന്നെയാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഈ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് മല്ലിച്ചെപ്പും അതുപോലെ തന്നെ ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതിന് ആ ഒരു പച്ചച്ചോയ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഒരുപാട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇട്ടിട്ട് ആ മിക്സ് അവിടെ മൂടി വെക്കുകയാണേ. ഇനി നമുക്ക് ഇവിടെ ചപ്പാത്തികൾ വളരെ നൈസായിട്ടാണ് കിട്ടേണ്ടത്. അതിനൊരു ട്രിക്ക് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ബോൾസും ആദ്യം നമ്മളൊരു ബോള് നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ഒരു 4 എണ്ണമൊക്കെ ചെയ്യാം കേട്ടോ. ഒരു സെറ്റിൽ ഇതുപോലെ അട്ടിക്ക് വെച്ച് നമുക്ക് ഒന്നിച്ച് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക്